1982 ആദ്യ ഡയാലിസിസ് സെന്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമ്പോൾ ഡയാലിസിസ് ലാബ് അസിസ്റ്റന്റ് എന്ന പേരിൽ 2 തസ്തികകൾ നിലവിൽ വന്നു. പിന്നീട് 1993 ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന പേരിൽ 2 പ്രൊമോഷൻ തസ്തികകൾ കൂടി നിലവിൽ വന്നു. 93 തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും 2 തസ്തികകളോടെ ഡയാലിസിസ് സെന്റർ തുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് സെന്റർ തുടങ്ങുമ്പോൾ 50-ൽ താഴെ രോഗികളാണ് ഡയാലിസിസിന് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു മാസം നടക്കുന്നത് 2000 ഡയാലിസിസ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികളുടെ എണ്ണം 4 ഇരട്ടിയായി. മാസം 1500-ൽ കൂടുതൽ രോഗികൾ ഡയാലിസിസിനെത്തുന്നു. ഈ സാഹചര്യത്തിലാണ് മതിയായ തസ്തികകളില്ലാതെ സർക്കാർ ആശുപത്രികൾ മുന്നോട്ടു പോകുന്നത്. ഞങ്ങൾ അസോസിയേഷൻ ഞങ്ങളുടെ നിയമനം വേക്കൻസികൾ ഇത്ര ഒഴിഞ്ഞു നടന്നിട്ട് പോലും നിയമനം നടത്താത്തതിനെ പറ്റി DML ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കോഴ്സിനെ ബേസ് ചെയ്തൊരു ഗവൺമെന്റ് ഓർഡർ പോലും നിലവിലില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2ഉം കോട്ടയം മെഡിക്കൽ കോളേജിൽ 1ഉം ഡയാലിസിസ് ലാബ് അസിസ്റ്റന്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. 3 രോഗികൾക്ക് ഒരു ടെക്നീഷ്യൻ എന്ന ഇന്ത്യൻ നെഫ്രോളജി അസോസിയേഷൻ വ്യവസ്ഥയൊന്നും സർക്കാർ ആശുപത്രികളിൽ പാലിക്കപ്പെടുന്നില്ല. ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് 1000-ഓളം ഉദ്യോഗാർത്ഥികൾ പുറത്തിരിക്കുമ്പോൾ ഇവരെ നിയമിക്കാൻ മാത്രം സർക്കാർ ആശുപത്രികളിൽ തസ്തികകളില്ല. ദിവസവും 100 കണക്കിന് വൃക്കരോഗികൾ എത്തുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടന്നിട്ട് വർഷങ്ങളായി. യോഗ്യരായവരുണ്ടായിട്ടും തസ്തിക സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇതുവരെ ഉണ്ടായില്ല. ക്യാമറാമാൻ ഉണ്ണി പാലാഴിയോടൊപ്പം സഫീറ മഠത്തിലകത്ത്, മീഡിയ 1 തിരുവനന്തപുരം.